السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وقال تعالى في مكان آخر: يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. തിരുസത്തോ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, സർവശക്തനായ ഏകനായ റബ്ബുരോ വിധിവിധാനത്തോ നിയമനിർദ്ദേശനത്തോ പാലനാക്കിയിട്ട് യഥാർത്ഥ മുത്തക്കൈറ്റ് യഥാർത്ഥ മോമിനൈറ്റ് ജീവിക്കൂ. പ്രതി ഒരാളും ശക്തിമീരിത്ത് പരിശ്രമിക്കണു. ചെന്നിട്ട് ഒന്നാമതായിട്ട് നഫ്സിനെ മറക്കാണ്ട് വസിയത്താക്കൽ. അള്ളാഹു അത്രയും നല്ല ആളന്മാരൊട്ട് ഗുണങ്ങളെ എല്ലാവരെയും സേർപാടിത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഒട്ടായ പോലെമേ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലു ഞങ്ങൾക്ക് അള്ളാഹു പ്രവേശത്തന്ത് അനുഗ്രഹിക്കട്ടെ. ആക്കിയതായ ചെറിയതും വലിയതുമായ എല്ലാ ദോഷത്തെയും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും മാഫാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് അള്ളാഹു ചുമ്മ ഇബാദത്തെടുക്കുള്ളതായ അവകാശമെല്ലാം ഉണ്ടാക്കി തണ്ട. ചുമ്മ ഇബാദത്തുണ്ട് മനുഷ്യന്മാർക്ക്. അള്ളാഹു കഡ്ഡായാക്കിയതുണ്ട്, സുന്നത്താക്കിയതുണ്ട്.
ആ എല്ലാ അമലിൻ്റെയും ഞങ്ങളെ കൊണ്ട് താവുര പോലെ മാക്സിമം ആയിട്ട് യാറത്തെ പോലെ ശരിയായിട്ട് ക്ലപ്തമായിട്ട് നല്ല കട്ടുനിട്ടായിട്ട് പാലനാക്കിയിട്ട് ഞങ്ങൾ ജീവിക്കേണ്ടത് ഞങ്ങളെ മേലുള്ള ബാധ്യതയായിരിക്കും. അള്ളാഹു ഞങ്ങൾക്ക് അവകാശാക്കി തണ്ട ഞങ്ങൾക്ക് പ്രതിഫല തറവുവേനൈത്ത് ആ പ്രതിഫലത്ത് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളെ ആഖിറത്തിൽ അള്ളാഹു ഞങ്ങളെ നരകത്തെ തീയിൽ നിന്ന് ബച്ചവാക്കറ. അപ്പൊ അങ്ങനത്തെ ഒരു പുണ്യത്തെ വസന്തായിട്ടുള്ള ഒരു തിങ്കള് ഞങ്ങൾ മുട്ട ബറകു റെഡി ആയിട്ടുണ്ട്. കിളവ് നാളുടെ പിന്നെ കൊറിയ നാൾ കഴിഞ്ഞെങ്കിൽ ആ നാള് ആ തിങ്കള് ആ പുണ്യത്തെ ജാവുങ്ങ ആ പുണ്യത്തെ പോൽങ്ങ ഞങ്ങൾ മുട്ട ഹാജരാവും. എത്തിയ പിന്നെ ആ നാളുടെ വേസ്റ്റാക്കു തീരണം. ಇನ್ನೊರು ವರ್ಷ ഞങ്ങളൊട്ടുകു ഞങ്ങൾക്ക് റമദാൻ എത്തു ചെന്ന് ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി ഇല്ല. പോയ വർഷം ഞങ്ങളൊട്ടുകു നോമ്പിടിക്കുക ഇന്നങ്ങ നിസ്കരിക്കുക ഇന്നങ്ങ റമദാനിൽ നല്ലപോലെ അമലാക്കിയങ്ങ ഈ വർഷം ഞങ്ങള് റമദാൻ അങ്ങ് എൻട്രായിട്ടില്ല, അത് മുന്നേ അങ്ങ് മൗത്തായി പോയില്ല. ഞങ്ങൾക്ക് അള്ളാഹു റമദാൻ തിങ്കളിൽ നീ എത്തുപാട്ട് റബ്ബേ റബ്ബുരുട്ട് ദ്വാരുന്നുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ ഈ പുണ്യത്തെ വസന്തായിട്ടുള്ള പുണ്യത്തെ പൂക്കാലായിട്ടുള്ള ആ തിങ്കളുടെ ഞങ്ങൾക്ക് എത്തുപാട്ട് റബ്ബേ ഇതിന് നിരന്തര ദ്വാരക്കും. റമദാന് പ്രവേശിക്കുന്നതിന് മുന്നോളൂ ഞങ്ങ അല്ലാഹു താലരെ അനുഗ്രഹമായിട്ട് വന്നതായ ആ തിങ്കളുടെ സ്വീകരിക്കും. ഞങ്ങളെ സിദ്ധത്തെ എന്ത് പ്രിപ്പറേഷൻ ഞങ്ങൾ ആക്കിയോണ്ടുള്ള ഇനി ബാക്കിയുള്ള നാളിൽ എന്തിനാക്കുക പോണ്ട. റമദാൻ കേവല പൈച്ചിട്ടിക്കവും താകത്തിലിക്കവുമുള്ള തിങ്കളല്ല. അത് ഈമാനും തഖ്വയും തൗബയും ഖുർആനും ദാവയും ദുആയും അതേപോലെ ആത്മശുദ്ധീകരണത്തെ തിങ്കളേറ്റി അല്ലാഹു തആല ചൊല്ല ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനൂ, യേ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് ഞങ്ങൾ ഖുർആൻ ഇത് നോമ്പ് കഡ്ഡായാക്കിയാണ്. നിങ്ങളെ മേലെ എഴുതിരണങ്ങ നിങ്ങൾ നോമ്പിടിക്കണോ ചെന്നിട്ട് കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ഞങ്ങളെ മേലെ മാത്രം കഡ്ഡായായിട്ട് നല്ല നോമ്പും മുന്നൽ കഴിഞ്ഞു പോയ സമുദായത്തിനും നോമ്പിരുത്ത്. നിങ്ങൾക്ക് മുന്നൽ കഴിഞ്ഞു പോയകളെ മേലെ കഡ്ഡായാക്കിയ പോലെ നിങ്ങളെ മേലെ ഞങ്ങ നോമ്പുരോ കഡ്ഡായാക്കിറ നിങ്ങളെ മേലെ എഴുതിയിരണങ്ങ ദാഖലാക്കി പിടിച്ചിട്ടേ വേണു ചെന്നിട്ട് എന്തെങ്കി ലഅല്ലക്കും തത്തഖൂ, നിങ്ങളെ മനസ്സിൽ തഖ്വ ഉണ്ടാവുക വേണേറ്റ്, റബ്ബിനെ പേടിക്കുക വേണേറ്റ്, റബ്ബിനൊട്ടുക്ക് നല്ല നല്ല അമലാക്കിയിട്ട് അവനക്ക് മുട്ടോക്ക് വേണേറ്റ്. തഖ്വ ചെന്ന് എന്തൊരു ഹറാമായതെല്ലാം ബുഡ്രോ ഫർദായതെല്ലാം ആക്രോ, അതിലൊട്ടുക്ക് സുന്നത്തായതും ആക്രോ, അങ്ങനെ ആക്കിയിട്ട് മുത്തഖിയായിട്ട് ജീവിക്കറോ. ആ തഖ്വ ഉള്ളത് ആവുക വേണേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പില് ഞങ്ങൾക്ക് നിർബന്ധാക്കിറ. നോമ്പ് തിങ്കളില് ഞങ്ങൾക്ക് ആരോഗ്യ യാറാവും. വൈദ്യകീയമായ റിസർച്ചില് അറിയപ്പെട്ട വിഷയത്തിക്ക് നോമ്പ് കൊണ്ടിട്ട് ഒരു തടികും സീക്ക് വരല, ആരോഗ്യ യാറാവും. ആരോഗ്യവന്തനായിട്ട് ജീവിക്കുക. സുബൈഹ് ഫജ്ർ പിന്നെ മഗ്രിബ് തോളം എന്തും തിന്നാണ്ട് എന്നും കുടിക്കാണ്ട് ഒരു അവഹേളന ആരെയും ആക്കാണ്ട് ദൂഷിക്കാണ്ട് പരിഹാസ്യാക്കാണ്ട് ബാരക്ക് മാത്രം നോമ്പാവാണ്ട് ബായികും കാതുകും കണ്ണുകും എല്ലാത്തും നോമ്പാവുക വിനയിത്ത് ഇപ്പവേ ഞങ്ങൾ റെഡിയാവും. ഇപ്പവേ ഞങ്ങൾ സിദ്ധത നടത്തോളൂ.
അള്ളാഹു ചെന്നാൽ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സബർ കൊണ്ടെത്തും നിസ്കാര കൊണ്ടെത്തും അള്ളാഹുവിന്റെ സഹായിക്കേക്കുറു. നിസ്കാര ചൊല്ലുമ്പോ എന്തിനു കൊണ്ടുണ്ട യുനാജി റബ്ബഹു, ഹദീസിൽ കാണാം റബ്ബുരൊട്ടു മുണ്ടതൈറ്റിക്കറ് മുനാജാത്ത് നടത്തുന്ന ഒരു സന്ദർഭം. റമളാൻ കണ്ടെടുത്തോളം റബ്ബുരൊട്ടു നിസ്കരിച്ചിട്ടും നിസ്കാരത്തു മുന്നേ നിസ്കാരത്തിലും സുന്നത്തായ നിസ്കാരത്തു തഹജ്ജുദ് നിസ്കാരത്തിലും റബ്ബേ റമളാനിൽ നല്ല അമലാക്കും നിനക്ക് തൗഫീക്ക് താ റബ്ബേ. റമളാനിൽ നിസ്കരിക്കുകയും നോമ്പടിക്കുകയും സദഖാത്ത് കൊടുക്കുകയും നമുക്ക് നീ ആവതാക്കി താ റബ്ബേ. നിഷ്കളങ്കമായി ദുആർന്നുകൊണ്ടിരിക്കണം. റമളാന്റെ മൂലഗുരി അതായിട്ട് നാം ചെന്നത് തഖ്വ, അല്ലാഹുവിന്റെ പേടിയും വിധേയത്തെയും പാപത്തിൽ നിന്ന് ദൂരാവുന്നത്. ഇതായിട്ട് മെയിൻ ഗുരി. റമളാന്റെ മുന്നൊരു സിദ്ധത്തെ എന്ന് ചെന്നെങ്കിൽ സത്യസന്ധമായ തൗബ കൊണ്ടാണ്. സത്യസന്ധമായ ബായിൽ മാത്രം തൗബാവൂരല്ല, മനസ്സറിഞ്ഞിട്ട് തൗബാക്കും. റബ്ബേ ഞങ്ങളെ മുട്ട നീ കടത്തിയോനുള്ള തിങ്കൾ റമളാനായിട്ടിക്ക് റബ്ബേ, അത് മുന്നലെ നാള് നിന്റെ ഒട്ടുക്ക് മാഫ് കേൾക്കിற റബ്ബേ. നന്നൊട്ടുക്ക് ചൊമ്മ തപ്പുങ്ങ വന്നര് പാപ കൃത്യ വന്നര് അറിഞ്ഞിട്ടും വന്നര് അറിയാണ്ടും വന്ന് റബ്ബേ. എന്റെ റമളാൻ പ്രവേശിക്കുമ്പോ പാപമുക്തനായിട്ട് എന്റെ മനസ്സിനെ ശുദ്ധിയാക്കി താ റബ്ബേ. ആന്തരിക ശുദ്ധിയും ബാഹ്യ ശുദ്ധി രണ്ടും വേണ്ടെങ്കിൽ ഞങ്ങൾ ഉദുവെടുത്ത പിന്നെ ദ്വാരക്കില്ലേ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. തൗബാക്രങ്ങളൊട്ടും ശുദ്ധിയാക്രങ്ങളൊട്ടും എന്റെ செயற்பாട്ട് റബ്ബേ. അത് ബായിൽ ദ്വാരക്ക് മാത്രമുള്ളത് ഞങ്ങൾ പ്രാക്ടിക്കൽ ആക്കണോ, തൗബ ചെയ്യണോ. തൗബ ചെയ്ഞ്ഞ പിന്നെ തൗബ ചെയ്ഞ്ഞ പോലെ ഞങ്ങൾ ജീവിക്കണോ. ഹൃദയത്തില് പാപത്തെ മാലിന്യത്തെ ഞങ്ങൾ കഴുകിട്ട് ശുദ്ധിയാക്കണോ. എങ്ങനെ തൗബ ചെയ്ഞ്ഞിട്ട് ഞങ്ങ റമളാന്റെ പ്രകാശത്തെ പരിപൂർണമായിട്ട് പടയണുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് കിട്ടണുണ്ടായെങ്കിൽ റമളാന്റെ മുന്നമേ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് തൗബ ചെയ്ഞ്ഞിട്ട് മനസ്സിലുള്ളതായ എന്തെല്ലാം ബെടക്കുണ്ട അത് ഇവിടെ ഓരോ ആളോ തപ്പാക്കുമ്പോഴത്തേക്ക് ലഭിച്ചെന്നോ അവന്റെ ഹാർട്ടിൽ ഒരു ഡോട്ട് ബുൾഡു അവന് ചെമ്മ ആക്കിയോണ്ട് പോകുമ്പോഴത്തേക്ക് അത് പിന്നെ ആ ഡോട്ട് കറുത്ത ഡോട്ട് യാറായിപ്പോണ്ടു ഒരു തപ്പാക്കിയപ്പ അവന് മാഫ് കേട്ടെങ്കിൽ അല്ലാഹു ഇട്ടുകു ആ ഡോട്ട് ഉണ്ടല്ലേ ആ ഡോട്ട് ആ ചുക്കെ അത് മാഞ്ഞു പോണ്ടു. തൗബാക്കില്ലെങ്കിൽ യാറായിപ്പോണ്ടു. ഇണ്ടൊരു കളവ് ചെന്ന നാളെ പാടെ ചെന്ന നാളെക്കല് പിന്നെയും ഒന്ന് ചെന്ന ഇങ്ങനെ കളവിന് മുങ്ങിയതായി ആളെ മാറിക്കുവാറ് തൗബ ചെയ്ത് റബ്ബുരെ കടക്ക് മടങ്ങൂറു. റമളാനൈത്തിക്ക് പിറകു കൊണ്ടേത്ത് ഷഹ്റുൻ മുബാറക്. ബാക്കി തിങ്കളുടെ പോലത്തെ നല്ല ബർക്കത്തിലെ തിങ്കൾ. അല്ലാഹു ചെന്നല്ലേ വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ കടക്ക് നിങ്ങൾ എല്ലാവരും തൗബ ചെയ്തിട്ട് മടങ്ങറോ എന്ന് ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങ വിജയിയാവാറ് ആഖിറത്തിൽ വിജയം കിട്ടണം. തൗബ ചെയ്യാണ്ട് ശിർക്കിലും ബിദഅത്തിലും ജീവിച്ച മനുഷ്യ ആഖിറത്തിൽ എത്തുമ്പോ കങ്കാലായിട്ട് ചിന്താജനകമായ ഒരു അവസ്ഥക്ക് എത്തിപ്പോയെങ്കിൽ എന്തായിപ്പോ അവിടെ ആരുള്ള രക്ഷകി. ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോണ്ട മുന്നലെ തൗബാക്കണ്ടനങ്ങ. ശിർക്കാക്കിയോണോ മരണപ്പെട്ടു പോകുമ്പോ ഒരു വേള തൗബാക്കാത്ത അവസ്ഥയിൽ മൗത്തായെങ്കിൽ അവനക്ക് സ്വർഗ ഹറാമായിട്ടിക്കരുത്, നരക കഡ്ഡായമായിട്ടിക്കരുത്. അത് കഴിച്ച് ശിർക്കാക്കിയവനും അല്ലാഹു മാഫാക്കുക, തൗബാക്കിയെങ്കിൽ ബിദഅത്താക്കിയവനും മാഫാക്കുക. അതേപോലെ വേറെ ഹറാമായ പ്രവൃത്തിയാക്കിയവനും അല്ലാഹു മാഫാക്കുക. അല്ലാഹു കാരുണ്യവന്തനായിട്ടിക്കറ, അല്ലാഹു ഗഫൂർ റഹീം ആയിട്ടിക്കറ ചെന്ന അർത്ഥായ ആ വിഷയത്തിന് അർത്ഥാക്കണം മുഅ്മിനീങ്ങളെ. അതേപോലെ യാ അയ്യുഹന്നാസ് മനുഷ്യന്മാരെല്ലാരും അല്ലാഹു വിളിച്ചു ചെല്ലട്ടെ. മുഅ്മിനീങ്ങളെ മാത്രം അല്ല, ഫസ്റ്റ് ആയത്തിൽ മുഅ്മിനീങ്ങളെ മാത്രം വിളിച്ച ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഹദീസിൽ യാ അയ്യുഹന്നാസ് മനുഷ്യന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരെ വിളിച്ചു ചെല്ലോ. മനുഷ്യന്മാരെല്ലാരെയും തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ തൗബ ചെയ്യൂ, മനസ്സിനെ ശുദ്ധിയാക്കൂ,
മനസ്സിലെ ആ മാലിന്യം ഉണ്ടല്ലേ, നഞ്ചുള്ളത്. അതേപോലെ അസതി, ഒരാളെ വിഷയത്തിൽ ഒരാൾക്ക് എന്തും ഒരു ലാഭം കിട്ടിയെങ്കിൽ ഒരു മനസ്സിൽ അസതുണ്ടാവരുത്. അതിലെല്ലാത്രയും ശുദ്ധിയാക്കണ, എല്ലാത്രയും ക്ലീൻ ആക്കണ. തൗബ ചെയ്തിട്ട് വേണം തൗബ ആക്കറോടിങ്ങ. ഫൈനി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഞാൻ ഡെയിലി പ്രതി 100 വട്ടം തൗബാക്ക. ആര്? റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകത്തിൽ റഹ്മത്തായിട്ട് കെട്ടിയ റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തിന് റഹ്മത്തായിട്ട് കെട്ടിയതായ ആ ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂല് ഒരാളെ മനസ്സ് നമ്പലാക്ക് ഇഷ്ടപ്പെടാത്ത വലിയ സാഹോദര്യ ബന്ധത്തെ മദീനത്തിൽ കെട്ടി വിലയിപ്പാറ്റിയാണ്. മുഹാജിരികളെയും അൻസാരികളെ നടുവിൽ വലിയ സാഹോദര്യ ബന്ധം, ബ്രദർഹുഡ്. ഒരു ചെറിയ ചെറിയ സില്ലി മാറ്റർ പിണഞ്ഞുകൊണ്ടിരുന്ന, യുദ്ധക്കൊണ്ടിരുന്ന നിങ്ങളെ മനസ്സിലെ ഖുർആൻ ഓതിത്തി ദീന്റെ ആശയത്തെ ചെന്നു കൊടുത്തിട്ടു മനസ്സിൽ ശുദ്ധിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി ചെന്നിട്ടാമത്ത് അങ്ങ് അതിൽ സ്വീകരിച്ചിട്ടാമത്ത് ഞങ്ങളെ മനഃശുദ്ധിയായിട്ട് അങ്ങ് തൗബാക്കിയാറ്, തപ്പറ് വിട്ടാറ്, സ്വാലിഹായ അമലാക്ക തുടങ്ങിയാറ്. ഇസ്ലാമിലെ വെളിച്ചങ്ങളെ മനസ്സ് എൻട്രായിട്ടാമത്ത് എല്ലാം വിട്ടാറാണ്. നല്ല ആളായാറ് അതോടുകൂടി അങ്ങ് തപ്പുകളെല്ലാം മാഫ് ചെയ്തിട്ട മനുഷ്യന്മാർ അള്ളാഹു വിളിച്ച് അള്ളാഹു വിളിച്ചു തൗബാക്കറു. ഞാൻ ഒരു 100 വട്ടാക്കി. ഞങ്ങൾ എത്ര വട്ടാക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 വട്ടാക്കിയിരിക്കുമ്പോ ഞങ്ങൾ എത്ര വട്ടാക്കും? എത്ര വട്ടാക്കണം മോമിനീങ്ങളെ? അറ്റ്ലീസ്റ്റ് നബിയുടെ സുന്നത്ത് പ്രകാരം 100 വട്ടം നിങ്ങാക്കും. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അല്ലാഹു ഞാൻ എൻ്റെ ഒട്ട് മാഫ് കേക്കരെ, എൻ്റെ കട തൗബ ചെയ്ത് പശ്ചാത്തലം മടങ്ങരെ ചെന്നിട്ട് അതെത്തിക്കൊണ്ട് ഞങ്ങളെ ബാധ്യത്തെ തീർക്കേണ്ട വിഷയം. പിന്നെ ഹക്കുൽ ഇബാദ്, അള്ളാഹു കൊടുക്കേണ്ട ഹക്കുണ്ട്. അടിമമാർ, അള്ളാഹുവിന് അടിമമാരുണ്ടാറില്ലേ, അങ്ങ് കൊടുക്കേണ്ട ഹക്കുണ്ട്. ഈ ജണ്ടരെയും ഞങ്ങൾ റമദാനിൽ മറക്കു തീരാണ്. അള്ളാഹു കൊടുക്കേണ്ട ഹക്ക് അള്ളാഹു മാത്രമേ ഭാഗത്തെടുക്കേണ്ടത്. ഇബാദ് അവന്റെ അടിമമാർക്കുള്ള ഹക്ക് എന്താണ് കൊടുക്കേണ്ടത്? അങ്ങ് പാവപ്പെട്ടങ്ങ് സഹായക്കും. സദക്കാത്ത് കൊടുത്തു ഞങ്ങൾ റമദാന്റെ നല്ല പോലെ പ്രവേശിക്കൂ, റമദാനക്ക് പ്രവേശിക്കൂ ഞങ്ങൾ തയ്യാറാവും. ഇപ്പമേ ഇത്ര ഈ റമദാൻ തീരുമ്പോഴാണ് ഇത്ര സദക്ക കൊടുത്തു തീരുന്നത്. നീയത്താക്കും, നീയത്തിന് തക്ക ബർക്കത്ത് ചെല്ലില്ലേ, നീയത്താക്കി അല്ലാഹു എത്തുമാറ്റ. ഈ റമദാൻ ഞാൻ ഇത്ര 1000 രൂപയാണ് സദക്ക കൊടുക്കൂ തീരുമാനിച്ചേ. അത് എത്ര കൊടുക്കുന്ന ഒരു വേല യാരെ കണ്ടോട്ടു അള്ളാഹു തന്നെങ്കിൽ യാരെ കൊടുക്കറേ, നീയത്താക്കൂ. 6 അള്ളാഹു കേക്കറോ, 6 അള്ളാഹുടെ പേരിൽ നല്ല കട കൊടുക്കുന്ന, അള്ളാഹുടെ പേരിൽ നല്ല കട കൊടുക്കുക, അഹ്സനായ നല്ല കട കൊടുക്കുന്ന 6 യുദാഇഫുലഹു, അവർക്ക് ഞങ്ങൾ ഡബിളാക്കി കൊടുക്കുകയാണ്. അള്ളാഹുടെ മാർഗത്തിൽ ഞങ്ങൾ സദക്ക കൊടുത്തെങ്കിൽ ഞങ്ങളെ അമലിന് ഞങ്ങളെ പ്രതിഫലത്തിൽ അള്ളാഹു ഒന്നല്ല ദുപ്പട്ടു ഡബിളാക്കി തണ്ട. അതായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വാഗ്ദാനാക്കരുത്. അതിലിട്ടു ഞങ്ങൾ ഖുർആനുള്ള ബന്ധ ശരിയാക്കണം. ഖുർആന്റെ തിങ്കളല്ലേ റമദാൻ ചെന്ന ഖുർആന്റെ തിങ്കൾ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാൻ, റമദാൻ തിങ്കള്, അല്ലദീ അത് എങ്ങനത്തെ തിങ്കള് ചെന്നെങ്കിൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ തിങ്കൾ. ഖുർആൻ അല്ലാഹു ഈ ദുനിയാവുക്ക് മാർഗദർശനത്തിനായിട്ട്, ഹുദൽ ലിന്നാസ് മാർഗദർശനത്തിനായിട്ട് മനുഷ്യന്മാരെ ആ നാസിലാക്കിയോ. അള്ളാഹു ആ 7 ആകാശത്തെ മേൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തര ഈ ദുനിയാവുക്ക് അവതീർണാക്കി കൊടുത്തോ. ആ തിങ്കളെ റമദാൻ പോലീശാക്കപ്പെട്ട തിങ്കൾ. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും എന്തിനു വേർപടിച്ചിട്ട് വേർവേറാക്കിയിട്ട് കാട്ടി തന്ന ഖുർആൻ ഞങ്ങളെ ദലാലത്തിന് പോവാത്ത പോലെ, ഞങ്ങളെ ശിർക്കിന് പോവാത്ത പോലെ, ഞങ്ങളെ ബിദഅത്തിന് പോവാത്ത പോലെ, കള്ളുകുടിക്ക് പോവാത്ത പോലെ, ഡ്രഗ്സിന് പേരോട് പോവാത്ത പോലെ,
ഞങ്ങളെ മനസ്സിനെ പരിവർത്തനാക്കോ, ഞങ്ങളെ മനസ്സിന് വെളിച്ചിട്ട് തണ്ടോ പരിശുദ്ധ ഖുർആൻ അവതീർണായ തിങ്കൾ. മദീനത്തില് അള്ളാഹു ആയത്തിറക്കി കൊടുത്ത നബിക്ക് എന്തിനാ ചെന്നെങ്കില് നീങ്ങ ഈ കല്ലിനെ വിടുക ആയില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾ വിരമിക്കില്ലേ, നിർഗമനാവില്ലേ കേട്ടപ്പമേ അതോടുകൂടെ ആയത്ത് അവതീർണായതോടുകൂടെ കൽഹറമൈത്ത്. പിന്നെ കാത്തിച്ചില്ല. അവിടെ കല്ലിനെ കച്ചവടാക്കുന്ന ആളെ മാറിന്നാർ മുസ്ലിമീങ്ങ. അങ്ങ ഈ ഡ്രമ്മിലുള്ള കല്ല് തീരമിക്കാൻ വെച്ചില്ല. ആ നിമിഷത്തില് ആ ഡ്രമ്മിൽ ഇന്ന കല്ലിനെ വിൽക്കുക വെച്ചതിലോ ഓടിച്ച് തൂങ്ങി വിട്ടാറ്. മദീനത്തിൽ കല്ലിന് പൊലമെ അല്ലെങ്കിൽ തോൺ ഒഴുകി വയ്ത്തി നദി പോലെ ചെമ്മ ബിസിനസ് എല്ലാരും തൂങ്ങി വിട്ടാർ. ഏനി ആ ഖുർആൻ ചെന്തല് കല്ല് ഹറാമായിട്ടിക്കറ് എന്നങ്ങ കല്ല് വേണ്ട. അങ്ങനത്തോ ഹിദായത്തിന് കിതാബ് ഞങ്ങൾക്ക് വന്ന തിങ്കൾ റമദാൻ തിങ്കൾ. ആ റമദാൻ തിങ്കൾ വന്നിട്ട് ഞങ്ങൾ അതിൽ അവഗണിച്ചെങ്കിൽ എന്തിനായിട്ടിരിക്കും ഞങ്ങളെ അവസ്ഥ? ഞങ്ങൾ ഈമാനുണ്ട മനസ്സിൽ ഉണ്ടായിട്ടിക്കുക. അത് കഴിത്ത റമദാൻ വന്നിട്ട് തീരെ മുന്നോളൂ എന്റെ ഉമ്മ പെത്ത കിടാവ് എങ്ങനെ ഒരു പാപവുമില്ലാണ് പാപമുക്തനായിട്ടിരിക്കുക. അതുപോലെ റമദാൻ വന്നിട്ട് തീർമത്തിന് എല്ലാം തീരും. ഞങ്ങൾ എങ്ങനാവോ തീരാ? ഫസ്റ്റ് 10 ಎಂಟಾಯಪ್ಪ ಭಾರಿ ಪಳ್ಳಿಲಾಳಿ റമദാൻ ചെല്ലെ പുണ്യത്തെ വസന്ത വന്നിരല്ലേ ചെന്നിട്ട് ആളെ മാറി നിറഞ്ഞിട്ട് തൂയിനാണ് പള്ളി. ഒരു 10 നാൾ കഴിഞ്ഞ് പിന്നെ 10 സഫുകളുടെ ഒലിമ സഫാകും. പിന്നെ ഒരു 5 നാൾ കഴിഞ്ഞെങ്കിൽ പിന്നെ 8ഉം 7ഉം ഇങ്ങനെ സഫറുടെയോ വേണ്ട. അങ്ങനെ തീര റമദാൻ തീർത്തോളവും റമദാന് കിട്ടിയ ട്രെയിനിങ് റമദാന്റെ പിന്നെ പൂർണ്ണ തിങ്കളുണ്ടാവും. അങ്ങനത്തെ റമദാൻ ആവോക്ക് ഞങ്ങൾ ദ്വാരക്ക് നമ്പറുണ്ട്. അങ്ങനത്തെ റമദാൻ ആവോക്ക് ഞങ്ങൾ സിദ്ധത നടത്തും. കഴിഞ്ഞ പോയ വർഷത്തിൽ ഞങ്ങൾ 8 റമദാനില് നോപിടിക്കുന്നതായ സഹോദരന്മാർ, ചങ്ങൈമാർ, ഞങ്ങളെ ഫാമിലി മെമ്പർമാർ അല്ലെങ്കിൽ ഞങ്ങളെ ഔത്തര ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ മരണപ്പെട്ടു പോയിക്കോ. നമുക്ക് ആഗ്രഹിച്ച് കഴിഞ്ഞ വർഷം 2 വർഷം റമദാൻ ആ നോമ്പിടിക്കോടോ ചെന്നിട്ട് ആയെങ്കിൽ അള്ളാഹു ഞങ്ങളെ ആയുസ് തീർന്നുപോയി ആയുസ് ഖബർ ജീവിതത്തിലുള്ള അങ്ങനത്തെ ആളുമാർ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ചെന്ന അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനില് ഈമാനുള്ളവനായിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചിട്ട് നോമ്പിടിച്ചെങ്കിലേ 2 കണ്ടീഷൻ ചെന്ന്. എന്ത് 2 കണ്ടീഷൻ? ഈമാൻ വേണം. ശിർക്കാക്കിന് നോമ്പിടിച്ചിട്ട് ഫായിദയില്ല. 100 വർഷം ജീവിക്കുന്ന ചാൻസ് 100 റമദാൻ നോമ്പിടിച്ചാല് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദ്വാര നോമ്പുള്ളാര്, അള്ളാഹു അല്ലാത്തവരുടെ പേര് നേർച്ച കൊടുത്തോണ്ടുള്ളാര്, അള്ളാഹു അല്ലാത്തവരുടെ പേരില് ആണയിട്ടോണ്ടുള്ളാര്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ച് ദ്വാരക്കയും ഔലിയാക്കന്മാരെയും അമ്പ്യാക്കന്മാരെയും ജിന്നുമാരെയും മലായിക്കത്തുമാരെയും വിഗ്രഹത്തെയും അത് ആരാധനയും ഇബാദത്തും പ്രാർത്ഥനയും സഹായത്തേറ്റവും കേട്ടുള്ള എത്ര മനുഷ്യന്മാരുള്ളാര്. അങ്ങ് എത്ര നോമ്പിടിച്ചു വൈദ്യ പേര് അബ്ദുള്ളായിട്ട് വൈദ്യില്ല, പേര് ആയിഷായിട്ട് വൈദ്യില്ല. ഈ കൽബുൽക, ഈ ഹിദായത്തുൽക അള്ളാഹുരെ ഏകത്വത്തെ വഹദാനിയത്തെ അവന്റെ ഏകത്വത്തെ തൗഹീദിനെ വെളിച്ചോടെ പ്രവേശിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് അമലാക്കിയിട്ടും അള്ളാഹു സ്വീകരിക്കല. അത് അള്ളാഹുവിനെ നബിസ്ലാം ചെന്നെന്തോ ഈമാന് ഓടുകൂടെ പ്രതിഫലം അള്ളാഹുവിനെ ഉദ്ദേശിക്കും. ആളമാരെ കാട്ടൊക്കെ നോമ്പിടിക്കണ്ട, ആളമാര് ചെല്ലട്ടെ നാനും നോമ്പിടിക്കലേ, നിങ്ങക്ക് നോമ്പുണ്ടാക്കിയ നോമ്പുണ്ട് അങ്ങനെ ചെല്ലക വേണേറ്റ് എല്ലാ ആളന്മാരും നോമ്പിടിച്ചോണ്ടുള്ള ഞാനെന്ത് നോമ്പിടിക്കാണ്ടിക്കോ? ആളന്മാരുമേ നോമ്പിടിക്കണ്ട. ആ അള്ളാഹു ഞങ്ങൾ ഏകനായ റബ്ബുൽ ഇൻതി പ്രതിഫലത്തെ ബയസിട്ട് ആഗ്രഹിച്ചിട്ട് ആയിട്ട് ഞങ്ങളെ നോമ്പു എന്നെങ്കിൽ മാത്രം അവന്റെ കൽവി പോയ ദോഷമാക്കാം. ചെറിയ ചെറിയ ദോഷയില്ലേ അറിഞ്ഞിട്ടും അറിയാണ്ടും റമദാൻ വരുമ്പോ അതിന് ഇടലാക്കിയ ദോഷത്തിൽ ആ റമദാൻ പ്രായശ്ചിത്തായിട്ടിക്കര്
ഒരു ജുമ കഴിഞ്ഞിട്ട് ഇങ്ങൊരു ജുമ വരുമ്പോ ആ ജുമയുടെ ഇടയിൽ നാലാക്കി തപ്പു ചെറിയ ചെറിയ ദോഷത്തുക ആ ജുമ ആ വെള്ളിയാഴ്ച ജുമ നിങ്ങൾക്ക് പ്രായശ്ചിത്തൈത്തിക്കല് ഒരു നിസ്കാരത്തിന് ദിന നിസ്കാരത്തിന് ഇടയിലുള്ള ടൈമിലു ഇപ്പൊ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജുമ കഴിഞ്ഞിട്ട് അസറിന്റെ ഇടയിൽ ഞങ്ങൾ എന്തെങ്കിലും ദോഷാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അസർ പിന്നെ മഗ്രിബിന്റെ ഇടയിൽ മഗ്രിബ് പിന്നെ ഇഷാറ പിന്നെ ഫജീറിന്റെ ഇടയിൽ ഞങ്ങളൊട്ട് എന്തെങ്കിലും തപ്പായിട്ടുണ്ടെങ്കിൽ ഫജീർ പിന്നെ ലോഹറിന്റെ ഇടയിൽ എന്തെങ്കിലും തപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം 5 വക്ത നിസ്കാര ഞങ്ങൾക്ക് പ്രായശ്ചിത്തൈത്തിക്കല് ദോഷത്തേക്ക് അങ്ങനത്തെ നിസ്കാരാവണോ അങ്ങനത്തെ നോമ്പാവണോ അങ്ങനത്തെ ജുമാവണം ഒരു മിമ്പർക്ക് പത്തി പിന്നെ പള്ളിക്ക് വന്നിട്ട് ഫൈദയില്ല ജുമാവിന് നിസ്കാരം കിട്ടിയിട്ടുണ്ടല്ലാണ്ട് പരിപൂർണമായ പ്രതിഫലം കിട്ടാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ പള്ളിക്ക് വരുമ്പോ ജുമാത്തിക്ക് മിമ്പർക്ക് ഖതീബ് 10 മുന്നൽ പള്ളി വന്ദിക്കും ഒന്നാമത്തെ സഫൽ വന്ദിക്കണം അവിടെ ചാരി ജയിക്കലല്ല ഫസ്റ്റ് 1 പിന്നെ 2 പിന്നെ 3 പിന്നെ 4 ഇങ്ങനെ ഒരു സഫായി നിൽക്കും അത് ജുമാത്തെ ആദാബായിട്ടിരിക്കുന്നു ശിഷ്ടാചാരമായിട്ട് വേഗ പണ്ടത് വേഗ വന്നെങ്കിൽ എത്ര വലിയ കൂലിയുണ്ട് നിങ്ങളെ പഠിച്ചങ്ങ അപ്പൊ ആ വിഷയം ഞങ്ങളുടെ അർത്ഥമാക്കണം പിന്നെ ഷാബാൻ തിങ്കൾ ഞങ്ങളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷാബാൻ കുല്ലഹു ഇല്ലാ ഖലീൽ കൊറിയ നാളിലെ വിട്ടിട്ടു ഷാബാന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാറെ നോമ്പടിച്ചു കൊറിയ ഇടീ ഫുള്ളല്ല കൊറിയ നാളെ വിട്ടു അപ്പൊ അതുകൊണ്ട് ഈ ഷാബാന്റെ ഞങ്ങൾക്ക് എന്താക്ക ഷാബാൻ തീരമുന്നോളൂ തിങ്കളാസ വണ്ട് അല്ലെങ്കിൽ ബേലാസ വണ്ട് ഇങ്ങനത്തെ 13 14 തീന്ത് ഇത് ബാക്കിയുള്ള ആ തിങ്കളാസയും ബേലാസയും നോമ്പു അല്ലെങ്കിൽ ഒരു നാൾ വിട്ടിട്ട് ഒരു നാൾ ഇങ്ങനെ നോമ്പു ആ ദാവൂദ് നബിയുടെ നോമ്പുണ്ടല്ലോ നബി പടിപ്പാട്ടിയത് അങ്ങനെ പിടിച്ചിട്ട് ഈ തിങ്കൾ തീരെ മുന്നോളൂ റമളാനിക്ക് നോമ്പടിക്കുക വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് തരബേത്തി ആവട്ടു ഈ തിങ്കൾ അങ്ങനായി തീർക്കണക അറ്റ്ലീസ്റ്റ് തിങ്കളാസയും ബേലാസയും പിടിക്കോളൂ അങ്ങനെ പിടിച്ചിട്ട് ഒരു ട്രെയിനിങ് അത് ബാക്കി നാളിലും ഷാബാൻ മാത്രമല്ല ബാക്കി നാളിലും അത് സുന്നത്തൈത്തിക്കരുത് ഈ റമളാൻ ചെല്ലത് കഡായ നോമ്പൈത്തിക്കരുത് ഒരാൾക്ക് നോമ്പിടിക്കൂ ആവില്ല എപ്പാവില്ല സീക്ക് ബാധിച്ചത് ശിഫമേ ആവില്ലെങ്കിൽ അവനക്ക് ഫിദിയ കൊടുക്കണം ഒരു നാളത്തെ ഫുഡ് ഒരു നാൾക്ക് ഒരു പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കണം അതേറ്റിക്ക് ഫിദിയ സീക്ക് ശിഫാവാത്തോ രോഗാണ്ടായെങ്കിൽ ഷിഫാവ് രോഗാണ്ടായെങ്കിൽ പിന്നെ പിടിച്ചു തീർക്കും അപ്പൊ അതെല്ലാം എന്ത് ഫിഖഹി മസ്അല ഉണ്ടോ റമളാന്റെ വിഷയത്തിൽ അത് ഞങ്ങൾ പഠിച്ചിട്ടിക്കോ റമളാൻ ബണ്ടേ മുന്നോളൂ റമളാൻ എൻട്രയപ്പമേ അങ്ങനെ ആക്കി നോമ്പോണ്ട ഇങ്ങനെ ആക്കി നോമ്പോണ്ട നോമ്പ് എത്തി പിന്നല്ല നിസ്കാരത്തിൽ നിണ്ടവന്നല്ല ഞങ്ങൾ ആലോചനാക്കേണ്ടത് നിസ്കാരത്തെ മുന്നലെ നിസ്കാരത്തെ ശർത്തും ഫർളും റുക്കുനും പഠിച്ചിരിക്കണ്ടേ അതേപോലെ റമളാൻ പ്രവേശിക്കുന്ന മുന്നലെ അതിലെ ശർത്തും റുക്കുനും അത് നോമ്പോണ്ട കാര്യവും നോമ്പോവാത്ത കാര്യവും വാജിബാത്ത് എന്തിനോ നോമ്പുലു എപ്പ നീയത്ത് വയ്ക്കണോ ഇതെല്ലാം പഠിച്ചിരിക്കണു ആരെങ്കിലും ഫജ്റിന് മുന്നേ നീയത്ത് വെച്ചില്ലെങ്കിൽ അവന് നോമ്പില്ല അത് പ്രിപ്പറേഷൻ ആക്കണം അറിയണ്ടേ പഠിക്കണ്ടേ മനസ്സിലാക്കണ്ടേ ഫജ്ർ വാങ്ങിക്കൊടുത്തു പിന്നെ ആരെത്തിണ്ടെങ്കിൽ അവനക്ക് നോമ്പില്ല ഫജ്റിക്ക് മുന്നേ നീയത്ത് വെക്കണോ ഫജ്ർ പിന്നെയും നീയത്ത് വെച്ച ആ ഒരു ഏതൊക്കെ സുന്നത്ത് നോക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ വിട്ട പണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നോട്ട് കേൾക്കുന്ന തിന്നുകൊണ്ടാ സുബൈക്ക് ഫജ്ർ നിസ്കരിച്ച പിന്നെ അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇല്ല നബിയെ എന്തും ഇല്ല അപ്പൊ നബി ചെന്നാക്കിട്ട് നോമ്പൈത്തി അങ്ങനെ സുന്നത്ത് നോമ്പുകൂ ഫജ്ർ പിന്നെ നീയത്ത് വെച്ചു ആവും ഫർളായ റമളാന്റെ നോമ്പുകൂ അത് ഫജ്റിന് മുന്നോളൂ ഇശാര പിന്നെ ഫജ്റിന് മുന്നിലായിട്ട് ഞങ്ങൾ നീയത്ത് വെച്ചിട്ടിക്കോണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നോമ്പ് ശരിയാവില്ല അത് ഞങ്ങൾ ഈ സമയത്തിൽ മനസ്സിലാക്കണം പിന്നെ ഞങ്ങൾ എന്ത് സദഖാത്ത് കൊടുക്കുക അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്തിനു കൊടുക്കുക വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദുഹു ഇൻദല്ലാഹ് നിങ്ങൾക്കായിട്ട് ഏത് സത്കർമാക്കിയോ എന്ത് സത്കർമാക്കട്ടെ വമാ തുഖദ്ദിമു ലിഅൻഫുസികും നിങ്ങൾക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ട് ഇനിയൊരാൾക്ക് വേണ്ടിയിട്ടല്ല നിന്റെ നരകത്തെ തീരുന്ന് രക്ഷപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖുല്ലാഹ വലൗ ബിശിക്കി തംറ ഒരു ഈത്തപ്പഴത്തെ പൂലെങ്കും കൊടുത്തു നരകത്തെ തീയിൽ നിന്ന് നിങ്ങളെ തടിയെ സലാമത്താക്കൂ ഞങ്ങളൊട്ട് കത്തരൽ ഈത്തപ്പഴ കൊടുക്കുന്ന എത്രയല്ലേ ഉള്ളൂ ഞങ്ങളൊട്ട് അൽഹംദുലില്ലാ ചുമ്മണ്ടു
யாருள்ளங்க மீடியம் லெவல் உள்ளங்க கோடி உள்ளங்க உள்ள ഞങ്ങളെ സാമർത്ഥ്യത്തിന് തക്ക പോലെ അല്ലാഹു മാർഗത്തിൽ ഞങ്ങൾ സദഖ കൊടുക്കണം. അപ്പൊ എന്താണ് ഞങ്ങൾ കൊടുക്കുക? വമാ തുഖദ്ദിമു ലി അൻഫുസികും, നിങ്ങൾക്ക് സ്വന്തത്തിന് എന്ത് നിങ്ങൾ ആക്കറാറ് അമല് മിൻ ഖൈരിൻ, ഖൈറിൽ പെട്ടത് തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ കാണാം. വ്യർത്ഥാവല ഞങ്ങൾ ചുമ്മാ പൈസ കൊണ്ട് ഇതെല്ലാം കൊടുത്തിട്ട് അവരുടെ സമ്പത്ത് തീർന്നു പോകും, പേടിക്കണ്ട, എല്ലാം തീർന്നു പോകും. പിന്നെ അങ്ങനെ ജീവിക്കരുത്, വിചാരിക്കേണ്ട കട അള്ളാഹു മാർഗത്തിൽ കൊടുത്തൊന്ന് പാടിച്ച നായത്തില് ഡബിൾ ആക്കണം. ഖിയാമത്തുണ്ട്, അതിന് പ്രതിഫല കഡ്ഡായമായിട്ട് കിട്ടി. അഫ്ദലു സദഖതി സദഖത്തു ഫീ റമദാൻ. ഇമാം തിർമിദി റിപ്പോർട്ട് ആക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖൽ വെച്ചിട്ട് ഏറ്റവും നല്ല സദഖ റമദാനിൽ കൊടുക്കുന്നത്. ആളമാർ കാലടിക്ക് ഭണ്ടാറ് ദേഗവും ആട്ടി കടത്തണ്ട, ഓട്ടണ്ട, ഓട് മാറ്റണ്ട, ബെതിരിക്കണ്ട, എന്തെങ്കിലും ബണ്ടോ ഡെയിലി കിതേ സാറമാ ഭീകരമാ അവന്റെ കഷ്ടം അവിടെ കൊത്തിക്കും. കൊറി ഉള്ളാർ കത്തക്കമായ ആലന്മാർ വേഗം ചെന്നിട്ട് പൈസ എന്നിട്ടും അതിലൊരു ഡ്യൂട്ടിയാക്കി പുട്ടം കൊള്ളാറ്. അയാൾ എല്ലാവരും അങ്ങനല്ല. നല്ല നല്ല പാവപ്പെട്ട് കഷ്ടപ്പെട്ടോടുള്ള ഒരു അകയില്ലാണ്ട് 3 വക്ത് ചോറുന്നതാവാണ്ട്, മക്കളെ ഫീസ് കെട്ടതാവാണ്ട്, മക്കൾ സ്കൂളിൽ പോവാണ്ട് ഔത്തിൽ ബാക്കിയിട്ടുള്ള എത്ര ആലമാരുള്ളാറ്. അങ്ങനത്തെ ആലമാർ അറിഞ്ഞിട്ട് അങ്ങനെ ഔത്തുക്ക് പോയിട്ട് സദക്കര പൈസ കൊണ്ട് കൊടുക്കും. ഇനി സക്കാത്തുണ്ടെങ്കിൽ സക്കാത്തിന് പൈസ കൊണ്ടുപോയി കൊടുക്കൂ. ആഖിറത്തിൽ അല്ലാഹു വലിയ മുതൽ കൂട്ടായി നമുക്ക് പ്രതിഫലം തരുക. അത് കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താവോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പോലെ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുകയും ബാത്തിലുടെ ബാത്തിൽ പോലെ മനസ്സിലാക്കി അതിനെ ത്യജിക്കുകയും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. തഖ്വയുള്ളതായിട്ട് ജീവിക്കുക, എല്ലാവരും പരിശ്രമിക്കണം. ചെന്നിട്ട് എന്നോർക്കനികളെതിൽ വസിയത്താക്കരെ. ലോകരക്ഷിതാവായ അല്ലാഹു അങ്ങനെ ജീവിക്കുക നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മനസ്സിലോ ശുദ്ധിയാക്കിയിട്ട് റമദാനങ്ങൾ ഞങ്ങൾ പ്രവേശിക്കണം ചെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ മനസ്സിൽ ഇനോർത്തേക്ക് ഹെൽപ്പാക്കുന്ന നേച്ചർ, അങ്ങനത്തെ ഒരു സ്വഭാവം, ഇനോർത്ത് കൊടുക്കുന്ന സ്വഭാവം രണ്ടു ജണ്ടും ഞങ്ങൾ ഒന്നാവണം. മദീനത്ത് ഹിജ്റ പോയപ്പ മുഹാജിരീങ്ങ 2 പെഞ്ഞായി ഞങ്ങളും ഒരു പെഞ്ഞായി തലാക്കാക്കിയിട്ട് വന്ന് മുഹാജിർ അൻസാർ അങ്ങ കൊടുത്തുറാർ തലാക്കാക്കിയിട്ട്. എന്നിട്ട് ഒന്നുണ്ടെങ്കിൽ ഇനൊന്നും എൻ്റെ ചങ്ങായിക്ക്, ഇനി ഒന്നേ ഉണ്ടെങ്കിൽ അതിലെ പാതി ഒരു അകയിന്നങ്ങ നടുകു സ്ക്രീൻ ഇട്ടിട്ട് മുഹാജിർ അൻസാർ കൊടുത്തുറാർ. അങ്ങനത്തെ ഹെൽപ്പിംഗ് നേച്ചർ, അങ്ങനത്തെ ഒരു മനസ്സ്, അങ്ങനത്തെ ഒരു നല്ലതായ മനോഭാവം മനസ്സിലുണ്ടാവും. ഒരു അബ്ബക്ക് 2-3 മക്കളാണ്. ആ മക്കളില് ആ അബ്ബക്ക് സീക്ക് ബാധിച്ച് തൊന്തര ബാധിച്ചിട്ട് കഷ്ടപ്പെട്ട് സീക്ക് ചെന്നെങ്കിൽ ലെൻസ് പ്രോബ്ലം. അങ്ങനെ ആ മക്കളിൽ നിന്ന് ആതെങ്കും ഒരാൾ ലെൻസിലൊരു പാട്ട് ഈ അബ്ബക്ക് സൂട്ടാവറായില്ലേട്ട് നോക്കിയിട്ട് അങ്ങനെ മക്ക ചെന്നങ്ങനെ കൊടുക്കും റെഡിയുള്ള. ആ അബ്ബക്ക് ഞങ്ങള് ലെൻസിലൊരു പാട്ട് കൊടുത്തു ആ അബ്ബ ഉഷാറാവുണ്ടായെങ്കിൽ ഞങ്ങൾ കൊടുക്കും റെഡിയുള്ള. എല്ലാവരും റെഡിയായാർ കൊടുക്കുക. എല്ലാവരും 3 മക്കയും റെഡിയായാർ. 3 മക്കയും റെഡിയായിട്ട് എല്ലാവർക്കും പരിശീലനാക്കി നോക്കിയിട്ട് എല്ലാവർക്കും പരിശീലനാക്കി നോക്കുമ്പോ എല്ലാവർക്കും സൂട്ടാവില്ല. ഒരു മോൻ്റെ അത് മാത്രം സൂട്ടാവും. അപ്പൊ അങ്ങനെ ഇക്കുമ്പോഴത്തേക്ക് ആ മോനും സ്വന്തം ലെൻസിലെ ഒരു പാട്ടോ ബൽത്തിട്ട് ബലിയാക്കിട്ട് നല്ലതായ പോലെ ബൽത്തിയതായ ഒരു അബ്ബ കൊടുക്കുക റെഡിയായപ്പോൾ അങ്ങനത്തെ മനസ്സ്. എന്റെ അബ്ബല്ലേ, എന്റെ അബ്ബ ചെന്നെങ്കിൽ എന്റെ ബൽത്തിയ അബ്ബ നക്കുമേനായിട്ട് എത്ര കഷ്ടപ്പെട്ട അബ്ബ, എത്ര പരിശ്രമാക്കിയ അബ്ബ, ആ അബ്ബകനായിട്ട് ഞാന് ഇത് കൊടുക്കും റെഡിയുള്ളേ, ഞാൻ തയ്യാറുള്ളേ. ചെന്നാറ് നിക്ക് പിന്നെ കഷ്ടാവും, നിന്റെ ജീവിത കഷ്ടാവും. നിന്റെ ജീവിതത്തില് ഇപ്പൊ ഉള്ള പോലത്തെ റാഹത്ത് കിട്ടല, ശരിയായി നിൽക്കുക മുന്നത്തെ പോലത്തെ ഒരു ആരോഗ്യം കിട്ടല, തൊന്തരയില്ല.
ನನ್ನ ഒരു ജീവിതത്തെ എന്റെ ലെൻസ് ഒരു പാട്ട് അബ്ബ കൊടുത്തെങ്കിൽ അബ്ബ ഉഷാറാവണം, അബ്ബ ശരിയാവട്ടെ. അങ്ങനെ മുൻതുവരിഞ്ഞിട്ട് അബ്ബക്ക് മോന് കൊടുത്ത അബ്ബയും ഉഷാറായിട്ട് മോനും ജീവിച്ചോണ്ടിരിക്കുമ്പോ ഈ മോണു നല്ലൊരു കമ്പനിയിൽ സൊറയിത്ത് ആ മോണു നല്ല കമ്പനിയിൽ സൊറാക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു പ്രോഗ്രാം ആ ഒരു കമ്പനി എന്തൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അങ്ങനെ സർവീസ് വിഷയം ಬಂದು സ്റ്റേജിൽ ಬಂದು ചെല്ലോ ನಾನು ನಕ್ಕಿತ್ತರ ಲಾಭ കിട്ടിയത് നക്കിത്തര പൈസ കിട്ടി നക്ക് അത് കിട്ടിയത് ഇത് കിട്ടിയത് ചെന്നിട്ട് എല്ലാവരും ചെന്നാൽ ആ കമ്പന്റെ സിഇഒ അതായത് അവന് മുസ്ലിം അല്ല, ആ മനുഷ്യ ആ വ്യക്തി മുസ്ലിം അല്ല, യഹൂദിയായിട്ട് ആ കമ്പന്റെ സിഇഒ വന്നിട്ട് അയാളെ സർവീസ് അയാളെ എക്സ്പീരിയൻസ് ചെല്ലുമ്പോ എന്തിനു ചെന്ന ಗೊತ್ತುಂಟಾ ഈ ചെറുക്കര വിഷയ ഈ ചെറുക്കര കൊണ്ടിത്തു ನಾನು അത്രത്തോളം ഇസ്ലാമರು ಹೇಟ್ ಹಾಕಿയോണിನ್ನೆ ನಕ್ಕೆ ಇಷ್ಟಿല്ലാത്ത ധർമ്മ ആയിട്ട് ഇസ്ലാം ചെല്ലത് അയങ്ങൾ ഈ ചെറുക്കര കൊണ്ടു ഈ ചെറുക്കര നല്ലതായ സ്വഭാവ നല്ല ഗുണ ഈ അബ്ബ കൊടുത്തതായ ഈ ഒരു ഹെൽപ്പ് ആക്കിയത് അബ്ബരെ നല്ല രീതി നോക്കിയത് അവനൊട്ടുള്ളതായ നല്ല നല്ല ക്വാളിറ്റി നല്ല സ്വഭാവ ഇതിനെ കണ്ടിട്ട് ನಾನು ഇസ്ലാമരെ വെറുക്കുന്നത് വിട്ടെ എന്റെ ആ മനുഷ്യ ചെന്ന ഇംഗ്ലീഷ് വേർഡ് റൈറ്റ് നൗ ഐ സല്യൂട്ട് ഇസ്ലാം ആൻഡ് മുസ്ലിം ഇപ്പൊ നാണ് ഇസ്ലാമുകും ഇസ്ലാമര് മുസ്ലിമുകും സല്യൂട്ട് ആക്കറേ ഏകയുടെ മനസ്സില് അയാളെ മനസ്സിൽ നല്ല മനോഭാവം ഉണ്ടായത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യ ജീവിക്കുന്നതിനെ കണ്ടെത്തി പഠിച്ചത് അങ്ങനത്തെ മോഡലാവട്ടെ നങ്ങ ഇതൊത്ത അന്യധർമ്മത്തോണു ഇസ്ലാമിനെ വെറുത്തോണ്ടിരിക്കുമ്പോ ആ വെറുക്കുന്നതിനെ വിട്ടിത്തു ഇസ്ലാമിനെ പ്രിയാവൂ ഇസ്ലാമിനെ ഇഷ്ടപ്പെടൂ ഞങ്ങളുടെ സ്വഭാവവും ഞങ്ങളുടെ കൾച്ചറും അത് കാരണമാവണം. അങ്ങനെ ആവണ്ടങ്ങ ഞങ്ങൾ ദ്വാരക്കില്ലേ അല്ലാഹുവിട്ടു ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما وجعلنا للمتقين اماما رബ്ബേ ഞങ്ങളെ നീന് മുത്തക്കിമാർക്ക് ഇമാമാക്ക് മോഡലാക്ക് റബ്ബേ മോഡലാക്ക്. ഇമാമ ചെന്നങ്ങാറ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാം നിങ്ങൾക്ക് എല്ലാവരും മോഡൽ അയാളാക്കി മുല്ലങ്ങാക്കറ. പിന്നെ മതപരിമാമിങ്ങളുള്ളാറ് അങ്ങനെ ദീന് പഠിച്ച് പാടിപ്പോയത് നല്ല കാര്യം കാട്ടിയതിന് ആ മോഡൽ ഞങ്ങൾ സ്വീകരിക്കറ. അങ്ങനത്തെ ഒരു ഇമാം ഒരു മോഡൽ ഒരു ലീഡർ ആക്കണല്ലേ ചെന്നിട്ട് അങ്ങ് ദ്വാരക്കില്ലേ ഞങ്ങളെ പെഞ്ഞായാലും ഞങ്ങളെ മക്കളിലും റബ്ബേ ഞങ്ങൾക്ക് കൺകുളിർമത്താ റബ്ബേ ഞങ്ങൾ ദ്വാരക്കില്ലേ. ഈ റമദാൻ മുന്നുള്ള അങ്ങ് ദ്വാരക്കും മക്കളെ റബ്ബേ ഈ റമദാനോട് കൂടെ നല്ലാക്ക് റബ്ബേ. അങ്ങനെ ഡ്രഗ്സിന് പുറകുതായ മനസ്സുകൂടെ റബ്ബേ. അങ്ങക്ക് വേണ്ടാത്ത ബിയാര കണ്ടതും മൊബൈൽ ഇടീ നാള് നോക്കിത്ത് ഇടീ നാള് ഹറാമറെ നോക്കിത്ത് ഇടീ നാള് ഗേമറ കളിച്ചിട്ട് നിങ്ങ എന്റെ മക്ക ഇങ്ങനത്തെ ബാല്യക്കാർ മക്ക ഈ സമുദായത്തില് ഹറാമിലുള്ള റബ്ബേ അങ്ങനെ അതിലെ ബുടകു ഞങ്ങൾ അള്ളാഹുവിട്ട് ദ്വാരക്കും അങ്ങ് അതിനെ ബുട്ടത്തു ഹക്ക് പറകൂ അങ്ങനെ മനസ്സിಗೆ ഇസ്ലാമിനെ ಬೆಳಿച്ച ಹಿದಾಯತ್ പോകൂ ಎಂತಾಗೂ ಪ್ರವೇಶಿಗೂ ಬನೈತಿ റമളാൻ മുന്നിൽ ഞങ്ങൾ ദുആ ചെയ്തിട്ട് റമളാനിലും ദുആ ചെയ്യണം. റബ്ബേ ഞങ്ങളെ മക്കളെ നീനെ റമളാനിൽ അമൽ സ്വാലിഹാത്ത് ആക്കുക നീനെ തൗഫീഖ് കൊടു റബ്ബേ എന്ന് ദുആ ചെയ്യണം. റബ്ബിനോട്ട് റമളാൻ വന്ന പിന്നെയും ഷോർട്സ് നോക്കി ടൈം വേസ്റ്റ് ആക്കണ്ട. ഗെയിം കളിച്ചിട്ട് ബലിയങ്ങാവട്ടു ചെറിയങ്ങാവട്ടു ഇപ്പമേ അതിൽ ബുടകു ഞങ്ങ അതായത് മൈൻഡ് സെറ്റ് ആക്കാം. മൈൻഡ് സെറ്റ് ആക്കിയിട്ട് റമളാൻ ಎಂಟಾയതോടുകൂടി നക്ക് ಏನು മുന്നൽ ನಾನು ಹರಾಮಿಗೆ പോവല ಏನು മുന്നൽ ನಾನು ಗೇಮ್ കളിച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കല ಏನು മുന്നൽ ನಾನು ഷോർട്സ് നോക്കി ടൈം വേസ്റ്റ് ആക്കല ആ ഷോർട്സും ഗെയിമും കളിച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കുന്ന ടൈമിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുവേ ഖത്തം തീർക്കുക നിയത്താക്കൂ. ഓരോ നിസ്കാരത്തിൽ രണ്ട് പേജ് ഓതൂ. രണ്ട് പേജ് ഓതിയെങ്കിൽ 5 നിസ്കാരത്തിൽ എത്ര 10 പേജ് ആവൂ. ഇല്ലെങ്കിൽ 4 പേജ് ഓതൂ.
അങ്ങനെ ആക്കിയിട്ട് ഒരു ഖത്തമ രണ്ട് ഖത്തമ ഊതി തീർക്കൊരു സ്വഹാബാക്കത് സലഫ് സ്വാലിഹീങ്ങ 6 തിങ്കൾ മുന്നലെ റമദാന്റെ എത്തുപാട്ട് റബ്ബേട് ദുആ നോട്ടിനാറ് പാടെ റമദാൻ തീന പിന്നെ 6 തിങ്കള് ഈ റമദാനിലാക്കിയ പുണ്യകർമ്മത്തെ റബ്ബേ നീ സ്വീകരി കബൂലാക്ക റബ്ബേ. അങ്ങനെ റമദാനുക വിനയിത്ത് മനസ്സിലെ മൈൻഡിലെ സെറ്റാക്കിയതായ സ്വഹാബാക്കന്മാർ സലഫ് സ്വാലിഹീങ്ങ അങ്ങേക്ക് നിങ്ങൾക്ക് മോഡൽ. ആ മോഡൽ നിങ്ങൾ ഇട്ടുണ്ടോ മോമിനികളെ? റമദാൻ ചെല്ലുന്ന ഒരു സ്കൂളുള്ള പോലെ റമദാൻ ചെല്ലുന്ന ആ തിങ്കൾ വരുമ്പോ നിങ്ങൾക്ക് ഒരു സ്കൂൾ പോലെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാവോ റമദാനില്? നിങ്ങൾക്ക് തക്കുവ പഠിക്കാം. തക്കുവ പഠിക്കുന്ന ഒരു ശാല പോലെ റമദാൻ. അതേപോലെ സബർ പഠിക്കുന്നതായ പൈച്ചിട്ട് എത്ര ആളമാരുള്ള പാവപ്പെട്ടങ്ങ ആങ്ങളെ പസീരെ വിഷയം ನಂಗೆ ಗೊತ್ತಿಲ್ಲ, പസീജല്ല ನಂಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ സ്വന്തം അങ്ങ് പൈച്ചിട്ടില്ല. ഒരു നാളില് 3 വട്ടല്ല 5 വട്ടം തിന്നവയുള്ളാറ് ആയെങ്കിൽ അങ്ങനെ തിന്നത് കൊണ്ട് പസി ഒന്നയിട്ടില്ല. പാവപ്പെട്ടങ്ങ് തിന്നുകയില്ല, കുടിക്കുകയില്ല, അനക്ക് നല്ലൊരു ഡ്രസ് എടുക്കുക പൈസ ഇല്ല, പെരുന്നാൾ വരുമ്പത്ത് ഒരു നല്ലൊരു ഡ്രസ് എടുക്കുക പൈസ ഇല്ല. അങ്ങനത്തെ കഷ്ടത്തിൽ മുങ്ങിയിട്ടുള്ളതായ എത്രമാ പാവപ്പെട്ടങ്ങളെ ആ പസി ನಂಗೆ റമദാൻ ಗೊತ್ತಾവും. ಆ ಪಸೀರು ಗೊಂತಾಗುವ ಶಾಲೆ ಐತಿ ರಮಲಾನ್. ಆತ್ಮ ನಿಯಂತ್ರಣತ್ತೋ ತಿಂಗಳೈತಿ ರಮಲಾನ್. ಆತ್ಮ ನಿಯಂತ್ರಣ ಹಾಕೋರು, ಕಂಟ್ರೋಲ್ ಹಾಕರು, ನೋಂಬಿಡಿಚಿತ್ತು ಕಂಟ್ರೋಲ್ ಹಾಕ್ರೆಗನ. ಕಣ್ಣಿನ ಸೂಕ್ಷಿಕರು, ಕಾದಿನ ಸೂಕ್ಷಿಕರು, ಬಾಯಿನ ಸೂಕ್ಷಿಕರು, ಕೈಗೊಂಡು ಹರಾಮ್ ಪ್ರವೃತ್ತಿ ಹಾಕೋದು ಸೂಕ್ಷಿಕರು. ഇങ്ങനത്തെ ഇതിനെല്ലാത്രയും വിട്ട് നല്ലതായ മനുഷ്യാവകുള്ളതായ ട്രെയിനിങ് കിട്ടതായ ഒരു ശാല എത്തിക്കറ് റമലാൻ തിങ്കളിൽ ചെല്ലത്. ഇത് വർഷം പൂർത്തി ഞങ്ങളുടെ ജീവിതത്തെ ശരിയാക്കുള്ളതായ അധികമായിട്ട് വന്നതായ ദൈവികമായ ഒരു അവകാശം റമദാൻ. ദൈവികമായ ഒരു അവകാശം ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് സബറുള്ളതായ ട്രെയിനിങ്, സബറെടുക്കുള്ളതായ ട്രെയിനിങ് റമദാനിൽ കിട്ടും മോമിനികളെ. അത് കഴിഞ്ഞിട്ട് 6 റമദാൻ എത്തിയതോടുകൂടെ നഗ വേസ്റ്റ് ആക്കണ്ട, ഒരു നിമിഷത്തെ വേസ്റ്റ് ആക്കണ്ട. അവിടെ കളിച്ചിട്ട് റമദാനും ക്രിക്കറ്റ് മൈതാനില് അസർ വന്നിട്ട് ആ ബാങ്ക് കൊടുക്കുന്ന ടൈമില് നോമ്പ് തുറക്കോടത്തോളം കളിച്ചിട്ട് പോണ്ടെങ്ക മക്ക ഇപ്പോഴും ഉള്ള റമദാനല്ല ഖുർആൻ ഓതിങ്ങുന്ന ഒരു തിങ്കൾ കളിക്ക് വിരാമ കൊടുക്കാം. വിരാമ റെസ്റ്റ്. റമദാൻ തീരുന്ന കുടിക്കും, കളിക്കോളൂ, പിന്നെ കളിക്കോളൂ. തടിക്ക് വ്യായാമം കിട്ടട്ട് തൊന്തരയില്ല. റമദാൻ എന്ന ഈ പുണ്യത്തെ പൂക്കാല ഇനോർക്ക് നിങ്ങൾക്ക് ബന്ധെത്തൂട്ടുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല മോമിനികളെ. അത് കഴിഞ്ഞ് റമദാന്റെ പരിപൂർണമായ രീതിയിൽ നല്ല മനസ്സോടുകൂടെ ആ റമദാനെ സ്വീകരിക്കൂ. ഷഹ്റുൻ മുബാരക്, ബർക്കത്ര തിങ്കളായിട്ടുള്ള റമദാൻ ഞങ്ങളെ മുട്ട കേരൽ വന്നിട്ടുണ്ടോ, അത് സ്വീകരിക്കൂ, അക്സെപ്റ്റ് ആക്കൂ. സഹാബക്കന്മാർ സ്വീകരിച്ച പോലെ, താബീങ്ങ സ്വീകരിച്ച പോലെ, താബീങ്ങ സ്വീകരിച്ച പോലെ, മതപര പണ്ഡിതന്മാർ സ്വീകരിച്ച പോലെ അതിനെ കബൂലാക്കൂ, വെൽക്കം ആക്കൂ, സ്വാഗതാക്കൂ. റമദാൻ ചെന്ന് സ്വീകരിക്കൂ. ഞങ്ങളെ മനസ്സിലെയും മൈൻഡേയും സെറ്റാക്കണോ, ഇന്ത്യ സെറ്റാക്കിയിട്ട് അതുള്ള പ്രിപ്പറേഷൻ നടത്തണം. അല്ലാഹു അത്രയും നല്ല മുത്തഹിമാരിട്ടു മോമിനീകളിട്ടു അള്ളാഹു ഞങ്ങൾ എല്ലാവരും ചേർപ്പാടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് റമദാനിൽ കിട്ടിയ പുണ്യ ആ പുണ്യത്തിന് അർഹനാവൂ അള്ളാഹു ഞങ്ങൾക്ക് ആവതാക്കി തരട്ടെ. റമദാൻ തിങ്കളിലെ ഇതാ ഖിയാമുൽ ലൈൽ ഉണ്ട്, ജാവത്ത് തറാവി നിസ്കാരം ഉണ്ട്, പോണൊന്നുറക്കാത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലത് റമദാനിലാവട്ടു, റമദാൻ അല്ലാത്ത ടൈമിലാവട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോണൊന്നുറക്കാത്ത് യാർ നിസ്കരിച്ചിട്ടില്ല. ആ നിസ്കാര ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് നോമ്പുലു സുന്നത്തായിട്ടിക്കറ്. അതുകൊണ്ടു തറാവി നിസ്കാരത്ത് പറഞ്ഞു. ഇഫ്താർ ആക്കരുത്. ഇഫ്താർ നോമ്പ് തുറക്കുമ്പോ കുറേ ಬೇರೆ ಬೇರೆ ഇസ്ലാമുക്ക് പരിചയമില്ലാത്ത ദിക്റും കൊണ്ടു ഞങ്ങ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ذهب الظمأ وابتلت العروق وثبت الاجر ان شاء الله എന്നുള്ള ദിക്ർ ചെന്നിട്ട് നോമ്പ് തുറന്ന പിന്നെ അത് ചൊല്ലണം. ബിസ്മി കൂട്ടിട്ട് ഞങ്ങ നോമ്പ് തുറക്കണം, എന്നിട്ട് അത് ചൊല്ലണം. അതേപോലെ നോമ്പ് തുറപ്പാട്ടോ പള്ളി നോമ്പ് തുറപ്പാട്ട് പ്രോഗ്രാമിക്കൂ സഹകരിക്കൂ. ഔത്ത് കൂട്ടിയോണ്ട് പോയി നോമ്പ് തുറപ്പാട്ടോളൂ. ഒരു ക്യാരറ്റ് കൊടുത്തിട്ടെങ്കിലും ഒരു ചെറിയ മറ്റൊരു ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും 6 നോമ്പ് തുറപ്പാട്ടാണ്. ആ നോമ്പ് തുറപ്പാട്ടോണു നോമ്പ് പിടിച്ചവന്റെ അതേ കൂലിയുണ്ട്, കോടിയാവില്ല.
അത്ര വലിയ പുണ്യത്തെ വിഷയത്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാന്റെ ഞങ്ങൾക്ക് എത്തിപ്പാടി തരട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ.